ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ നാച്ചുറലാണ്, കെമിക്കൽ ഫ്രീ ആണ്, നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ നമുക്ക് വേറെ ഒരിടത്തും പോകണ്ട കേട്ടോ. നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന റോസാപ്പൂ മാത്രം മതി. റോസാപ്പൂവും കുറച്ച് വെള്ളം മാത്രം മതി. അപ്പോൾ വീട്ടിലുണ്ടായതാണിത്. രണ്ടേ രണ്ട് റോസാപ്പൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടൊന്ന് കഴുകിയെടുക്കണം. ബിക്കോസ് ഒരുപാട് ഡസ്റ്റും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇൻസെക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ഒന്ന് വാഷ് എടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലാക്കാം. അതിന് ശേഷം 1 ഗ്ലാസ് വാട്ടർ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേറൊരു പാത്രം എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിന് ബോയിൽ ചെയ്യിക്കണം. ബോയിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അധികം ഇത് ഒരുമാതിരി നന്നായിട്ട് വേകേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കളറൊന്ന് മാറി കിട്ടും. ഈ പിങ്ക് കളറെല്ലാം മാറി ഒരു വൈറ്റ് കളർ ആകുമ്പോഴത്തേക്കും നമുക്കൊരു ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ എല്ലാം വൈറ്റ് കളറായി. ഇനി നമുക്കൊരു തണുക്കാൻ വെച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുത്തിട്ട് നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. ഒരു സ്പ്രേ ബോട്ടിൽ എല്ലാവരും വീട്ടിൽ കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഒരു സ്പ്രേ ബോട്ടിൽ മേടിക്കുക. അതിനുശേഷം അതിലോട്ട് മാറ്റുക. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 വീക്സ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നല്ല ഒരു ഫ്രഷ്നെസ് ഒക്കെ തരും കേട്ടോ. സോ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ് ചെയ്യാൻ ചെയ്യുക. താങ്ക് യു.